ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പോള റെഡിയാക്കി എടുത്താലോ. ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ചട്ടിപ്പത്തിരി എന്നും പേര് വിളിക്കാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ചേർത്തിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഡ്രൈ ആവരുത്, നമുക്കൊരു സോഫ്റ്റ് കുക്ക് ആവില്ല. ആ രീതി ആകുമ്പോൾ നമുക്കതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോയതിന് ശേഷം നമുക്കതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോൺഫ്ലോറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുത്ത് മയണൈസിലെ എഗ്ലെസ് ആയിട്ടില്ല ആ മയണൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മയണൈസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മുട്ട, അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് പാല്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ചെയ്തെടുക്കുന്നത് പൊറോട്ട വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഓരോ പൊറോട്ടയും ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ഒരു എഗ് മിക്സിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഏതിലാണ് നമ്മൾ പോള റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മയണൈസ് ഒന്ന് ആക്കി കൊടുക്കും. മയണൈസിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഈ പോളയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല ക്രീമി ടേസ്റ്റുമാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെ പൊറോട്ട അതിൽ ഒന്ന് മുക്കിയിട്ട് വീണ്ടും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് പൊറോട്ടയുടെ മുകളിലാണ് ഈ ഒരു മയണൈസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ രണ്ടാമത്തെ ലെയർ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ആ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. അതിലും ഇതേപോലെ മയണൈസും ഫില്ലിങ്ങും ഒക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പൊറോട്ട മുകളിൽ വെക്കൂലേ, അങ്ങനെ 4 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. 3 ലെയർ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് 4ാമത്തെ ലെയർ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ 4 പൊറോട്ട വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ 3ാമത്തെ ലെയറും ഫുള്ളായിട്ട് ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, മയണൈസും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4ാമത്തെ ലെയറായിട്ട് ഒരു പൊറോട്ട കൂടെ വെച്ച് നമ്മളിപ്പോൾ ഈ 4 എഗ്ഗും അതിലേക്ക് 1/2 കപ്പ് പാലും ചേർത്തിട്ടുള്ള മിക്സ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതെല്ലാം അങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു എഗ് മിക്സും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് പാനിൽ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു മുട്ടയുടെ അരുതിയിൽ കിടന്നിട്ട് അതവിടെ സ്റ്റിക്കി ആയിട്ട് കിടന്നോളും. എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ അറിയാം ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലാത്തൊരു പരുവാകുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ വേറൊരു പാനിൽ നെയ്യ് തടവിയിട്ടോ നെയ്യോ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് അതിലേക്ക് ഇത് കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ചൂടാക്കി എടുത്താൽ നമ്മുടെ സംഭവം സെറ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കും. അപ്പോൾ പൊറോട്ട ബാക്കി വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഐഡിയക്ക് തയ്യാറാക്കി എടുത്തതാണ്. അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്